നമസ്കാരം. നടൻ ടിനി ടോമാണ് മീറ്റ് ദ ജഡ്ജസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ ജഡ്ജസിലേക്ക്. ഈ ഡഫേദാർ എന്ന താങ്കളുടെ ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ മറ്റൊരു കാൽവെപ്പാണ്. ആ ചിത്രം തിയേറ്ററിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ്. താങ്കളുടെ മുൻഗാമികൾ, പ്രത്യേകിച്ചും താങ്കൾ വന്ന വഴിയിലൂടെ വന്ന സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ മണി ഒക്കെ സഞ്ചരിച്ച മാർഗത്തിൽ നിന്നും ഇത്തരം ഒരു ടേണിംഗ് പോയിന്റിൽ നിന്നാണ് മാറിപ്പോയത്, നല്ല നടൻ എന്ന പേര് നേടിയത്. താങ്കളുടെ ഈ സിനിമയിൽ താങ്കൾക്കുള്ള പ്രതീക്ഷകൾ എന്താണ്? പ്രതീക്ഷിച്ചാൽ പലതും നിരാശയിലേ ചെന്ന് ഭവിക്കുകയുള്ളൂ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ ഫലം ചിലപ്പോൾ വേറെ വശത്തു നിന്നായിരിക്കും വരുന്നത്. ഞാൻ ചിലപ്പോൾ ഈ റൂട്ടിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ വരുന്നത് വേറെ റൂട്ടിലായിരിക്കും അതിനുള്ള ഒരു സമ്മാനം കിട്ടുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഏരിയയാണ്. ഇപ്പോൾ കലാഭവൻ മണിയാണ് പ്രൂവ് ചെയ്തൊരു ആർട്ടിസ്റ്റ്. ഞങ്ങളുടെ ഇടയിൽ നിന്നും ഒരു മതിൽ തന്നെ പൊളിച്ചു കളഞ്ഞു, ക്യാരക്ടർ റോൾസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കാണിച്ചു. അതുപോലെ തന്നെ സലീം കുമാർ ആ മതിൽ പൊളിച്ച സ്ഥലത്തൊരു വീട് വെച്ചു. സുരാജിന് അവിടെ താമസിക്കാൻ പറ്റി. കാരണം ഇവരെല്ലാവരും കസേര ലഭിക്കേണ്ടവർ തന്നെയാണ്, മലയാള സിനിമയിൽ കസേര ലഭിക്കേണ്ടവർ തന്നെയാണ്. അവർ വെട്ടിത്തെളിച്ച പാതയിലൂടെ ഇനി എൻ്റെ പിന്നാലെ വരുന്നവർ എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിമിക്രി എന്നുള്ള കലയെ വലുതായി കാണാൻ ആൾക്കാർ കണ്ടു തുടങ്ങി. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ തിയേറ്ററുമായി ബന്ധപ്പെട്ടൊരു സംവിധായകനാണ്. അപ്പോൾ ഒരു മിമിക്രിക്കാരനെ കാസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം മണിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും കഥകൾ മെനയുമ്പോൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മനസ്സിൽ കാണാതെ കലാഭവൻ മണിക്ക് വേണ്ടി മെനഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല കഥകളുണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ കഥയിലേക്ക് ഞാൻ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം പ്രവേശിക്കുകയും എൻ്റെ പ്രതീക്ഷകൾ ഒട്ടും തെറ്റിയില്ല. ജനങ്ങൾ എൻ്റെ അഭിനയത്തിന് പ്രശംസ തന്നു. അത് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഈ മണിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു കഥാപാത്രം താങ്കളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന മാനസികമായ ഒരു സംഘർഷം, അല്ലെങ്കിൽ ഒരു സ്വപ്നം സഫലമാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു അന്നേരം മനസ്സിലുണ്ടായിരുന്നത്? കലാഭവൻ മണിക്ക് പകരക്കാരനാവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. എനിക്ക് മാത്രമല്ല, ലോകത്തിൽ ഒരു കലാകാരനും സാധിക്കില്ല. ഞാൻ പറഞ്ഞതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂലിപ്പണിക്കാരൻ്റെ പോലെയാണ്, വേർത്തൊലിച്ചിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. പല കലാകാരന്മാരും നമുക്കറിയാം, എപ്പോഴും പൗഡറൊക്കെ ഇട്ട് നല്ല ഷെർവാണിയൊക്കെ ഇട്ട് അങ്ങനെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും വേർത്തൊലിച്ചേ നിൽക്കാറില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റേജിൽ കൂലിപ്പണി ചെയ്തിട്ട് കാശ് മേടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജീവിതത്തിലും അതുപോലെ തന്നെ എവിടെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കലാകാരനാണ്. അതിന് പകരം വയ്ക്കാൻ ഞാനാവില്ല. പക്ഷേ ദഫേദാർ അയ്യപ്പന് പകരം വയ്ക്കാൻ മാത്രമാണ് എന്നെ ഉപയോഗിക്കാൻ സാധിച്ചത്. അത് ഞാൻ പരമാവധി മാക്സിമം. പക്ഷേ മണിച്ചേട്ടൻ ചെയ്യാൻ പോയിരുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത്രയും ഡെപ്ത് ഉണ്ട്. അദ്ദേഹം പോലും ഭയന്നതാണ് ഇതിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ. കാരണം ഒരുപാട് സംസ്കൃതങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് പറയാൻ പറ്റുമെന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് എടുത്ത് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് മാർക്കറ്റില്ല എന്നാണ് പറയണേ, പക്ഷേ ചാലക്കുടിയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ എനിക്ക് മാർക്കറ്റ് ഉണ്ട് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു. പിന്നെ എനിക്ക് പേടി, എനിക്ക് മറ്റൊന്നുമല്ല, ഇതിൽ സംസ്കൃതം കുറേ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് പേടിയോടുകൂടി തന്നെയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ക്രൈമല്ല ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സിൻസിയറിറ്റി, അയ്യപ്പനോടുള്ള സിൻസിയറിറ്റി അനുസരിച്ച് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെ സമീപിക്കണം? ഒന്ന്, ഇത്രയും കാലം ചെയ്ത വേഷം എൻ്റെ പ്രായത്തിലുള്ള വേഷമാണ്. ഇത് 65 വയസ്സുള്ള ക്യാരക്ടർ. എൻ്റെ അടുത്ത് ഉർവശി ചേച്ചി പറഞ്ഞു തന്നാണ്, എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് പ്രൂവ് ചെയ്യുന്നത് അവരുടെ ഏജ് അല്ലാത്തൊരു ഏജ് പ്ലേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനൊരു അവസരം പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ചിരിപ്പിച്ചിട്ടുണ്ട്, തമാശകൾ ചെയ്തിട്ടുണ്ട്, നായകൻ്റെ കയ്യാളായിട്ട് വന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് വില്ലനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സെൻട്രലിൽ നിന്നിട്ട് ഒരു 65 വയസ്സുകാരനായ അയ്യപ്പനാവണമെങ്കിൽ ഒരുപാട് ദൈവാനുഗ്രഹം എൻ്റെ കൂടെ വേണം. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവ് കൂടെ ഉണ്ടാവണം എന്നതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിനരികിൽ പോയി അനുവാദം ചോദിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം അത്ര ആഗ്രഹിച്ച ഒരാളാണ്. അദൃശ്യനായിട്ട് എവിടെയെങ്കിലും നിന്നിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും അദ്ദേഹം. കാരണം എന്നെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അപ്പം ഞാൻ അവിടെ ചെന്നൊരു സാങ്ഷൻ ചോദിക്കേണ്ട ഒരു ഇതുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് ചെന്ന് ചേച്ചി എടുത്ത് വന്നിട്ട് ഞാൻ കൈകൂപ്പിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തത്, കണ്ണുകൾ നിറഞ്ഞിരുന്നു, തുളുമ്പിയിട്ടില്ല. മകളോട് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛൻ്റെ വേഷമാണ് ഞാൻ ചെയ്യാൻ വന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ തല ആട്ടുക മാത്രമാണ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ചിതയുടെ അരികിലൊന്ന് പോകണം. അവിടെ നിറച്ച് പൂക്കളായിരുന്നു. അവിടെ അല്പനേരം ഇങ്ങനെ നിന്നൊരു 7-7:30 അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാറ്റ് ഇങ്ങനെ പോയി. അത് മണിച്ചേട്ടൻ്റെ ഒരു തലോടലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമല്ല, കർക്കിടകം എന്ന് പറയുന്ന സമയത്താണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. മണിച്ചേട്ടൻ മരിച്ചിട്ട് അറിയാം കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്നൊരു ബിഗ് സ്ക്രീനിലേക്ക്, അത് വലിയ സ്ക്രീനിലേക്ക് വന്ന സിനിമകൾ വിരളമാണ്. പെട്ടെന്ന് പ്ലാനിങ് ചെയ്യുക, അതിന് പറ്റുന്ന 2 നല്ല പ്രൊഡ്യൂസേഴ്സ്, ജിക്സൺ ജിനു എന്ന് പറയുന്ന 2 പ്രൊഡ്യൂസേഴ്സ് എത്തുകയും ഇത് സാധ്യമായത് അവർ കൊണ്ടാണ്. നിർമ്മാതാവ് എന്ന് പറയുന്നത് മാതാവാണ്, അമ്മയാണ്. അവർക്ക് ജന്മം നൽകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സാധിച്ചതും തിയേറ്ററിലെത്തിയതൊക്കെ മണിച്ചേട്ടൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തി തന്നെയാണ്, അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആളുകൾക്ക് കാര്യമായൊരു മുൻവിധി ഇത്തരം ചിത്രങ്ങളെക്കുറിച്ചുണ്ട്. നേരത്തെ പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കരിയറിൽ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ സിനിമ വലിയതൊരു ഡിസ്കസ് ചെയ്യപ്പെട്ടു, നിരൂപക പ്രശംസ കിട്ടുന്നു. പക്ഷേ അത് ബോക്സ് ഓഫീസിൽ എന്താവുമെന്ന് നമുക്കറിയാം, നിരാശയാണ്. ഈ പ്രശ്നം നിങ്ങളുടെ ഈ സിനിമയും വേട്ടയാടുന്നുണ്ടോ? അതെ അതെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ഓഫീസിൽ നിന്ന് തകർക്കണ്ട, കാരണം ഇനി സിനിമകൾ വരാനുള്ളതാണല്ലോ. പക്ഷേ ജനങ്ങളിലേക്ക് എത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ജനങ്ങൾ അംഗീകരിക്കാൻ, മലയാളികൾ പ്രത്യേകിച്ച് അംഗീകരിക്കുന്നതിന് കുറച്ച് താമസം എടുക്കും. പിന്നീട് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നും അവരുടെ മനസ്സിൽ സ്ഥാനമുണ്ടാവും. ദിലീപേട്ടന് ആദ്യം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥിര പ്രതിഷ്ഠ നേടാൻ സാധിച്ചു. സലീം കുമാറും കലാഭവൻ മണിയൊക്കെ ആദ്യം വെറും മിമിക്രിക്കാരനായിട്ട് മാത്രമാണ് നാഷണൽ ജൂറി അവാർഡ് കിട്ടിയിരുന്നെങ്കിലും നാഷണൽ അവാർഡിന് അർഹമായ പ്രകടനമാണ് അദ്ദേഹം വാസന്തി ലക്ഷ്മിയിൽ നടത്തിയത്. അതിൻ്റെ കഥ എന്ന് പറയുന്നത് ഈ എൻ്റെ സംവിധായകൻ തന്നെയാണ്, ജോൺസൺ എസപ്പനാണ്. തിരക്കഥ എഴുതിയത് ജെ പള്ളാശ്ശേരിയും സംവിധാനം ചെയ്ത് വിനയൻ സാർ വരും. അപ്പം മണിയാക്കി മാറ്റിയ ഒരു സംവിധായകനാണിത്. അതിലൂടെയാണ് മണിയെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു മിമിക്രിക്കാരൻ മാത്രമാണ്, അത് മിമിക്രി പ്രകടനമാണെന്ന് പറഞ്ഞ് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ മാറിപ്പോയി. പക്ഷേ സലീം കുമാർ അവിടെ വീണ്ടും ചെന്ന് അത് ഫൈറ്റ് ചെയ്ത് അദ്ദേഹം മിമിക്രിയിൽ നിന്ന് വന്നാണ് ഇന്നും അഭിമാനത്തോടെ പറയുന്നുണ്ട് സുരാജിനെ അതിൽ. പക്ഷേ ജനങ്ങളത് സ്വീകരിക്കണം എന്നൊരു അപേക്ഷയാണ്. കാരണം ഇവരെല്ലാം പേരറിയാത്തവർ എനിക്ക് പോലും കാണാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിലുള്ള പ്രതിഭകൾ നമ്മളെ മാറ്റി നിർത്താതെ നമ്മളിലുള്ള പ്രതിഭയെ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിനൊരു അപേക്ഷ മാത്രമേ എനിക്കിപ്പോൾ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അഭ്യർത്ഥിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആക്രോശിക്കാൻ സാധിക്കില്ല. കരിയറിൽ ഇതുവരെയുള്ള ഒരു ശൈലിയിൽ നിന്നൊരു മാറ്റമാണിത്. ഒരുപക്ഷെ താങ്കൾക്ക് കിട്ടിയ ഏറ്റവും മികവാർന്ന ഒരു അവസരം, വളരെ ചേഞ്ച് ആയിട്ടുള്ള ഒരു വേഷം, അത് ഫിലിം ഫീൽഡിലെ സ്വന്തം വഴിത്തിരിവാകാൻ പോകുന്നു. ഒരു ടേണിംഗ് പോയിൻ്റാണിത്. ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള സ്വഭാവ റോളുകളാണ് എന്ന പ്രതീക്ഷ ഈ സിനിമ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പുലിയൊന്നുമല്ല, നമ്മൾ പൂച്ചയാണ്. നമ്മൾ വരുമ്പോൾ ആരും ചാടി എഴുന്നേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന റോള് തന്നെ. ഈ പുലിക്ക് തിന്നാൻ വേണ്ടത് ഇന്ന ഭക്ഷണമാണ്. പൂച്ച കണ്ണടയ്ക്കുന്നത് പാല് കുടിക്കുന്നതിന് വേണ്ടിയാണ്, പുലി പതുങ്ങുന്നത് പതുക്കാനാണ്. പാല് കിട്ടിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് എവിടെയും കടന്നു ചെല്ലാം, സൂപ്പർ മാർക്കറ്റിൽ എവിടെയും ചെല്ലാം. നമുക്ക് ഇന്ന ഭക്ഷണം കിട്ടിയാലേ കഴിക്കൂ എന്നുള്ളത്. ടിനി ടോം എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളികൾക്ക് ചിരിപ്പിക്കുന്ന ഒരാൾ, ഏറെക്കാലമായി ഒരു തമാശയുടെ പ്രതിരൂപമാണ്. അങ്ങനെ സിനിമയിലും അങ്ങനെ അടയാളപ്പെടുത്താനാണോ ആഗ്രഹം, അതോ ഒരു സ്വഭാവ നടൻ എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തി പോകണമെന്ന ആഗ്രഹം കലശലായ ഉള്ളിലുണ്ടോ? രണ്ടാമത് പറഞ്ഞാണ് എനിക്ക് ആഗ്രഹം. ചിരിപ്പിക്കാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എവിടെയാണെങ്കിലും. സിനിമയിലൂടെ വരുമ്പോൾ ക്യാരക്ടർ റോൾസിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓർമ്മിക്കപ്പെടുക. കരഞ്ഞ സന്ദർഭങ്ങളെ മനസ്സിൽ ബോധത്തിൽ ഓർത്ത് വെച്ചുകൊണ്ടാണോ ഒരു പക്ഷേ കളക്ടറുടെ പിറകിൽ എപ്പോഴും ഒരു നോക്കുകുത്തിയ ഈ അതേസമയം രാജാവിൻ്റെ വേഷത്തിൽ നിൽക്കേണ്ടി വരുന്ന ഡഫേദാറിൻ്റെ വേഷം അഭിനയിച്ചത്? ഒന്ന്, കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ മരണമുണ്ടായി. അപ്പോൾ ഈ രണ്ട് മരണം എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിലേക്ക് സിനിമയിൽ എനിക്ക് അധികം ഗ്ലിസറിന് ഉപയോഗിക്കേണ്ടി വന്നില്ല. പലതും ഈ ഡഫേദാറിൻ്റെ രൂപത്തിലേക്ക് ഞാൻ എടുത്തത് എൻ്റെ ഫാദറിനെ തന്നെയാണ്. പലപ്പോഴും റെഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ തന്നെയാണ് നോക്കിയത്. ആ ജീനാണ് എൻ്റെ ജീനും. അപ്പോൾ അത് ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴും ഓരോ കണ്ണട വയ്ക്കുന്ന സീന്, ഓരോ സംഭവങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ ഫാദറുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് അഭിനയിക്കാൻ എളുപ്പമായിരുന്നു. അച്ഛൻ ജീവിതത്തിൽ ഒരു ഹീറോ ആയിരുന്നു എന്ന് ടിനി ടോം എവിടെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, അച്ഛൻ ഹീറോ എന്ന് പറഞ്ഞാൽ അച്ഛന് രോഗങ്ങളെ പേടിയില്ലായിരുന്നു. എനിക്കൊരു പനി വന്നാൽ ഞാൻ തളർന്നു പോയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസർ വന്നു, ബൈപ്പാസ് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം മരിച്ചത് ഇത് രണ്ടും കാരണമല്ല. അതിനൊക്കെ അതിജീവിച്ചിട്ട് വയറ്റിൽ അറിയാതെ വന്ന അൾസറാണ്. ഇതിനൊക്കെ വേണ്ടി കഴിച്ച മരുന്നാണ് വയറ്റിൽ അൾസർ ഉണ്ടാക്കിയത്. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിനു വേണ്ടിയൊക്കെ കഴിച്ചിരുന്ന മരുന്നുകൾ വേറെ സ്ഥലത്ത് എന്ത് എഫക്റ്റ് ആയി എന്നുള്ളത്. പിന്നെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിന് എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് മരണവും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ദഫേദാർ അയ്യപ്പനായിട്ട് മാറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പല സീനുകളും റിലേറ്റ് ചെയ്ത് വന്നപ്പോൾ ദുഃഖം എൻ്റെ മുഖത്ത്, എൻ്റെ കവിളുകൾ വിറയ്ക്കുന്നതൊക്കെ ഞാൻ അറിയാതെ തന്നെ സംഭവിച്ചാണ്. ഞാൻ തിയേറ്ററിലും സ്ക്രീനിലും ഡബ് ചെയ്യുമ്പോഴൊക്കെ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് എനിക്കറിയില്ല. അപ്പോൾ ഈ മരിച്ച ആത്മാക്കളുടെ ഒരു ശക്തിയായിരിക്കാം ഒരു പക്ഷേ എന്നിൽ പ്രവർത്തിച്ചത്. അവരുടെ അനുഗ്രഹം ഉണ്ടാവുമായിരിക്കും. ഈ ദഫേദാർ എന്ന കഥാപാത്രത്തിൻ്റെ ആ സിനിമയുടെ ഒരു രാഷ്ട്രീയം എന്താണ്? അപ്പോൾ പ്രത്യേകിച്ചും ഈ പലതരത്തിലുള്ള അഴിമതികൾക്ക്, പലതരത്തിലുള്ള വൃത്തികേടുകൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു പ്രതിനിധാനമാണോ ആ സിനിമ വരുന്നത്? അല്ല, ഇപ്പം നമ്മൾ കോടതിയൊന്നും വിമർശിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഗോവിന്ദചാമി ഇപ്പോഴും സുഖമായിട്ട് ജയിലിൽ കഴിയുന്നു. അപ്പോൾ ഇതിന് മൂകസാക്ഷികളായിട്ടിരിക്കുന്നത് ഈ കളക്ടറിൻ്റെ അല്ലെങ്കിൽ ജഡ്ജിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്നവരായിരിക്കും. അവർ ചിന്തിക്കുന്നുണ്ടാവും, അവർക്ക് അതിൻ്റെ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഒരുപാട് കാലം ഇതിൻ്റെ കൂടെ നടന്നിട്ട്. ഈ ഡഫേദാർ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് റവന്യൂ ലോസ് അറിയാവുന്ന ഒരാളാണ്. 1957 ലാൻഡ് റവന്യൂ ആക്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ദഫേദാറായിട്ട് വന്നിട്ട് ഈ കുടിയൊഴിപ്പിക്കലിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. നമ്മൾ സാധാരണ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ചെണ്ട കൊട്ടുമ്പോൾ
നോട്ടീസ് വായിക്കുന്ന ആളായിട്ടാണ് നമ്മളിവരെ കാണുന്നത്. ഒരു ഫാൻസി ഡ്രസ്സ് പോലെയാണ് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു അന്വേഷണമാണ് ഈ ക്യാരക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ പല ജഡ്ജസും പല അഡ്വക്കേറ്റ്സൊക്കെ ഇവരുടെ റെഫറൻസിന് ഇവരെടുത്ത് ചോദിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് നടപടിയായ കേസുകളെക്കുറിച്ച് അറിയാം, അതിൻ്റെ കോപ്പികൾ ഇവരിലുണ്ട്. അപ്പോൾ ഡഫേദാർ അയ്യപ്പൻ ഇങ്ങനെ നടന്ന് മനസ്സിന് ഒരലിവ് തോന്നി, പലരുടെയും കണ്ണീര് കണ്ടിട്ട് അവരെ സേവിക്കണം എന്നാഗ്രഹിക്കുന്ന സാമൂഹിക പ്രതിബദ്ധത ഉള്ളൊരു ആൾ കൂടിയാണ് ഈ ദഫേദാർ അയ്യപ്പൻ. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇയാൾക്ക് നേഷൻ ഫസ്റ്റ് ഫാമിലി സെക്കൻഡ് എന്ന് പറയുന്ന ഒരാളാണ്. പലതരത്തിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ടിനി ടോം. മുൻഗാമികളെ അപേക്ഷിച്ച് വിനയത്തോടുകൂടി അത്രയില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ടിനി ടോമിൻ്റെ ജീവിതത്തിൽ നമുക്ക് സിനിമാ ജീവിതത്തിൽ തന്നെ പുറമേ നിന്ന് നോക്കുന്ന ആൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. മിമിക്രിയിലായാലും മിമിക്രിക്കാരൻ എന്നുള്ള പേര്, അതോടൊപ്പം തന്നെ ഡ്യൂപ്പായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അനുഭവങ്ങൾ നല്ലതായിട്ടാണ്, ഞാനതൊരു ത്യാഗമായിട്ടോ അല്ലെങ്കിൽ കഷ്ടപ്പാടായിട്ടോ കാണുന്നില്ല. ഞാൻ ആസ്വദിച്ച കഷ്ടപ്പാടുകളാണത്. ഇപ്പോൾ ഡ്യൂപ്പായിട്ട് നിൽക്കുമ്പോഴും ഞാൻ നിൽക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ലെജൻഡിൻ്റെ ഡ്യൂപ്പായിട്ടാണ്. അല്ലാത്ത എത്രയോ ഡ്യൂപ്പുകളുണ്ട്. അവർക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കാം, ഒരു പക്ഷേ ജീവിതത്തിന് 10 പൈസ ജീവിക്കാൻ ഈ ഒരു കാശ് ആവശ്യമായിരിക്കും. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഡൂപ്പായിരുന്നു. മമ്മൂക്കയുടെ ഒപ്പം ഒരു 3 ചിത്രങ്ങൾ ഡൂപ്പായിട്ട് ശരീരം നിൽക്കുമ്പോഴും എൻ്റെ ശരീരം ഉപയോഗിക്കുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ഈ ഒരു നടൻ ഇത്രയും ഒന്ന് തൊടാൻ അല്ലെങ്കിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ കോടി മലയാളികളുള്ളപ്പോൾ ഞാൻ ഇത്രയും തൊട്ടടുത്ത് ഇദ്ദേഹത്തിനെ കാണുകയും ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ചലനങ്ങൾ എങ്ങനെയാണ്, ശരിക്കും പറഞ്ഞൊരു ക്രാഷ് കോഴ്സ് പോലെ മമ്മൂക്ക പഠിപ്പിക്കുന്ന ആക്ടിങ് ക്ലാസ്സിൽ പങ്കെടുത്തതുപോലെ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു വിഷമമൊന്നുമില്ല. പക്ഷേ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. കാരണം നീ അറിയപ്പെടുന്ന ഒരു TV ആർട്ടിസ്റ്റാണ്, TV ഇതാണ്, നീ എന്തിനാണ് ഡൂപ്പായിട്ട് നടക്കുന്നത്? പക്ഷേ അതാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. സാധാരണ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർക്കുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് സാഹസിക രംഗങ്ങൾ, അപകടങ്ങൾ പറ്റാൻ സാധ്യതയുള്ള ഇടങ്ങൾ, അത്തരത്തിലുള്ള വേഷം, അത് ആ ഒരു അതല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ അണ്ണൻ തമ്പി പലരും മണിക്കും പട്ടണത്തിൽ പോകും. അപ്പോൾ എപ്പോഴും ഈ 2 പേരിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നും. അപ്പോൾ എൻ്റെ ശരീരം ഉപയോഗിക്കാം. നേരെ ഓപ്പോസിറ്റ് മമ്മൂക്ക് നിൽക്കുമ്പോൾ, ഇപ്പോൾ ക്യാമറ ഇവിടെ നിൽക്കുമ്പോൾ ഇത് മമ്മൂക്കായിരിക്കും, തിരിഞ്ഞ് നിൽക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പാലേരി മാണിക്യത്തിൽ 3 മമ്മൂക്ക വരുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് ഷോട്ട് എടുക്കുന്നത് ഞാൻ തന്നെയാണ് കിടക്കുന്നത്. അത് ഡബിൾ റോളാണ്. ഡബിളും ത്രിബിളും ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാം നല്ല, എനിക്കെന്താ പറഞ്ഞാൽ നല്ല ക്രൂവിൻ്റെ ഒപ്പം പങ്കെടുക്കാൻ സാധിച്ചത്. അണ്ണൻ തമ്പി എന്ന് പറയുന്ന അൻവർ റഷീദിൻ്റെ ഒപ്പം. അതുപോലെ പട്ടണത്തിൽ ഭൂതം ജോണി ആൻ്റണിയാണ്. പാലേരി മാണിക്യം എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ ആയിട്ടുള്ള രഞ്ജിയേട്ടൻ്റെ പടമാണ്. പക്ഷേ ഈ ഡ്യൂപ്പായി നിൽക്കുന്നതിൻ്റെ ആ വേളയിൽ നിന്നാണ് പിന്നീട് മമ്മൂക്കയുമായിട്ടുള്ളൊരു കൂടുതൽ ബന്ധമുണ്ടാകുന്നത്, ഒരുപക്ഷെ രഞ്ജിത്തുമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാകുന്നത്. അതെ. ഡ്യൂപ്പ് ഒറിജിനലായിട്ട് മാറുന്നത് ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. ചിലർ ചായ കൊടുത്തിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ടായിരിക്കും. സിനിമയിലേക്ക് എത്താൻ പല മാർഗ്ഗങ്ങളാണ്. അത് സത്യസന്ധമായിട്ട് ചെയ്താൽ സിനിമയുടെ വലിയ സ്ക്രീനിൽ ഒരു ദിവസമെങ്കിലും എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒരു സിനിമാ ഫാമിലിയിൽ നിന്നൊന്നും അല്ല വരുന്നത്. ഞാൻ കലയിലെ ഏറ്റവും ചെറിയ കലയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഏറ്റവും കഴിവുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് മിമിക്രി. താങ്കൾ രാഷ്ട്രീയമുണ്ടായിരുന്നു, മത്സരിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, ക്ലാസ് മുറികളിൽ അതിൻ്റെ ഭാഗമായിട്ട് മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. എൻ്റെ കോളേജിലൊരു സബ്ജക്റ്റ് എപ്പോഴും രാഷ്ട്രീയം വേണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, എന്താണ് രാഷ്ട്രീയം എന്നറിയാനും ആ ഒരു കാലഘട്ടത്തിൻ്റെ നല്ല സുവർണ്ണ ഓർമ്മകളും മലയാളികൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന കലാലയ രാഷ്ട്രീയങ്ങളൊക്കെയാണ്. പക്ഷേ കോളേജിൻ്റെ ഒരു പടി പുറത്തേക്ക് വെക്കുമ്പോഴേക്കും ഞാൻ എല്ലാ രാഷ്ട്രീയവും അവസാനിപ്പിച്ചിരുന്നു. ഇന്നെൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് നല്ലത് കണ്ടാലും നല്ലത് ചെയ്യുന്ന ആൾക്കാർ, അതാണ് ഇപ്പോൾ ഒരുപാട് മന്ത്രിമാർ വന്നു, ഒരുപാട് മുൻ മന്ത്രിമാരുണ്ട്. ഇവരെല്ലാം ഒരു ദിവസം കൊണ്ട് അവരുടെ സാമ്രാജ്യങ്ങൾ, അതായത് ഹാർഡ് ആൻഡ് മണി, സ്വെറ്റുള്ളൊരു നമ്മൾ വേർത്ത കാശ് നിലനിൽക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചുകുട്ടികളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, മോന് ഭാവിയിൽ എന്താവണം? ഒരാൾ പറഞ്ഞു എനിക്ക് ഡോക്ടറാവണം, ഒരാൾ പറഞ്ഞു ടീച്ചറാവണം, ഒരാൾ പറഞ്ഞു എഞ്ചിനീയർ ആവണം. അപ്പോൾ ഞാൻ ചോദിച്ചു MLA മന്ത്രിയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു MLA മന്ത്രി എന്നാവണ്ടേ? ഇല്ല, അതൊക്കെ ആയിക്കഴിഞ്ഞാൽ വിജിലൻസ് കേസ് നേരിടേണ്ടി വരും. അപ്പോൾ അതാണ് ഇത്ര പുതിയ തലമുറയിലെ കൊച്ചുകുട്ടികൾ പറയുന്നത്. അപ്പോൾ ഞാൻ അവരെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇനി മന്ത്രിമാരും MLA ഇവർക്ക് മാതൃകയാവണം. കാരണം ഈ വിജിലൻസ് കേസ് നേരിടാനുള്ളവരല്ല മന്ത്രിമാർ MLA എന്നുള്ളത്. ഇതിനു മുമ്പ് നായകനായി അഭിനയിച്ച സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് ടിനി ടോം നേരിട്ട ഒരു പ്രശ്നമായി വായിച്ചിട്ടുള്ളത് നായികയെ കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിട്ടുണ്ട്. ഈ ഡഫേദാറിലേക്ക് വരുമ്പം ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? അതുപോലെ തന്നെയാണോ ഇപ്പോഴും ടിനി ടോം നിൽക്കുന്നത്? അല്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കിട്ടിയത് നല്ല നായികമാരായിരുന്നു. ഇപ്പോൾ ജ്യോതിർമയി എന്ന് പറയുന്നൊരു ആക്ടർ എന്നറിയാം, പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഹൗസ്ഫുൾ എന്ന് പറയുന്ന ചിത്രം വരുന്നത് എൻ്റെ സോളോ ഹീറോ ആയിട്ടുള്ള പടം.
അതിനുശേഷം പിന്നെ 3-4 പേര്, ഇപ്പം ഞാൻ, സുരാജ്, ശ്രീജിത്ത് രവി, അതിന് അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മണികണ്ഠൻ പട്ടാമ്പി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വെച്ച് അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഹീറോയിൻസിനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്നതെല്ലാം നല്ല ഹീറോയിൻസാണ്. പ്രിയങ്ക നായർ എന്ന് പറഞ്ഞാൽ തമിഴിൽ പ്രൂവ് ചെയ്തതാണ്. പിന്നെ ഞാൻ ചെയ്തു വെച്ച് ഇറങ്ങാൻ റിലീസാവാനുള്ളത് ഗ്രീൻ ആപ്പിൾ, അതിൽ കനികയാണ് നായികയായിട്ട് വന്നത്. ഇപ്പോൾ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കുട്ടി എൻ്റെ നായികയല്ല, ചിത്രത്തിലെ നായികയാണ്, എൻ്റെ പേരല്ല. അപ്പോൾ ഇപ്പോൾ ഇളയരാജ ഞാൻ മാതൃകയായിട്ട് കാണുന്നത് മറ്റൊന്നുമല്ല, കമൽഹാസനും അമിതാഭ് ബച്ചനും രജനീകാന്തിനും മ്യൂസിക് ചെയ്തിട്ടുള്ള ഇളയരാജ എനിക്ക് മ്യൂസിക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ ഒരിക്കലും കുറയില്ല. ഇളയരാജ ഈ ചിത്രത്തിലേക്ക് ഏത് രീതിയിലാണ് വരുന്നത്? അതിൻ്റെ കഥ ഇതിൻ്റെ ഡയറക്ടർ പോയി കേൾപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മുൻപുള്ള പടം 10 വർഷം മുമ്പുള്ള പൊന്മുടി പുഴയത്തിനും സംഗീതം ചെയ്ത അദ്ദേഹമായിരുന്നു. അപ്പോൾ ഈ പൊന്മുടി പുഴയത്ത് ഒരു ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാനാണ്. അദ്ദേഹത്തിന് പടമില്ലാഞ്ഞിട്ടല്ല, 40 വർഷമായിട്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാത്ത ഒരു മാന്ത്രികനാണ്, സംഗീത മാന്ത്രികനാണ്. അപ്പോൾ തെലുങ്കിലെയും തമിഴിലെയും ഹിന്ദിയിലെയും തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ഒരു 2 ആഴ്ച ഈ സിനിമയ്ക്ക്, ചെറിയ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചതിൻ്റെ കാരണം ഈ കഥ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തു. അത് പ്രായമായ ആൾക്കാർക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണത്. പ്രായമായ ആളുകളുടെ മാനസിക വ്യഥകൾ പറയുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ മനുഷ്യനോട് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമ, അത്തരമൊരു പ്രമേയം കൈകാര്യം ചെയ്തതാണോ ഈ സിനിമയ്ക്ക് തുടക്കത്തിൽ ഒരു വലിയ തള്ളിക്കയറ്റം കിട്ടാതെ പോയതിൻ്റെ കാരണം? അല്ല, എന്നെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങനെ ഇടിച്ചു വരേണ്ട ആവശ്യമില്ല. ഇവൻ എന്താ ചെയ്തതെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ സംശയമായിരിക്കും, ഇവൻ എന്ത് ചെയ്യാനാണ്, ഇവൻ ചെയ്തത് ഇതൊക്കെ തന്നെയല്ലേ, ഇനി എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്, പ്ലാറ്റ്ഫോമാണത്. ഇനി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ എനിക്ക് പ്രൂവ് ചെയ്താൽ, കാരണം ഞാൻ എപ്പോഴും അവസാന ലാപ്പിൽ ഓടുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും. അതുകൊണ്ട് ഓടി മുന്നിലേക്ക് എത്തണം. ഈ സിനിമ എന്തായാലും ടിനി ടോമിൻ്റെ പ്രകടനത്തിന് നല്ല നിരൂപക പ്രശംസ കിട്ടി, ആളുകൾ നിങ്ങൾ നല്ല പെർഫോമൻസ് ആണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഒരു തമാശ ചെയ്യേണ്ട ഒരു ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സംവിധായകർ അവനൊക്കെ വലിയ നടനാണ്, നമുക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു പേടിയുണ്ടോ? ഇല്ല, അടുത്ത ഞാൻ ത്രൂ ഔട്ട് കോമഡിയാണ്. 2 പടങ്ങൾ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് കോമഡി ആയിട്ടുള്ള പടങ്ങൾ തന്നെയാണ്. എല്ലാം ചെയ്യണം, മാറി മറിച്ചും ചെയ്യണം. ഇപ്പോൾ റിവ്യൂസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് പോലും കിട്ടാതെ ഉള്ളൊരു റിവ്യൂ ഇതാണ്. ഇതിന് മുൻപ് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ പടത്തിന് ഇതുപോലുള്ള റിവ്യൂസ് വന്നു, ഒരു നെഗറ്റീവ് മാർക്ക് വന്നില്ല. പിന്നെ എന്നോടൊന്നും ആർക്കും അങ്ങനെ ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള ആകെയുള്ളൊരു ക്രൂരത എന്ന് പറഞ്ഞ് ചിരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില കോമഡികൾ വലിച്ചു പോയിട്ടുണ്ടാവും, അല്ലാതെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ദഫേദാറിൽ അഭിനയിക്കുമ്പോഴും ഉള്ള പ്രശ്നം അവിടെ ഹാസ്യമില്ല. ആദ്യമായിട്ടൊരു വളരെ ഗൗരവമേറിയ വേഷം ചെയ്യുമ്പോൾ, ദുഃഖം അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വികാരങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാതെ അതിൽ നിന്നൊരു മിമിക്രിയുടെ ഒരു അസ്വാഭാവിക ഘടകം വരാതിരിക്കാൻ വേണ്ടി യത്നിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പ്രാഞ്ചേട്ടിൽ തന്നെ തുടക്കത്തിലൊക്കെ ആദ്യത്തെ 2 ദിവസം തിരിഞ്ഞു വരുമ്പോഴേക്കും പറയും, അതെ സുരേഷ് ഗോപി. അപ്പോൾ ഓരോന്ന് പറയും. എൻ്റെ അടുത്ത് രഞ്ജേട്ടൻ പറഞ്ഞു, മോക്കിംഗ് അല്ല അഭിനയം, ക്യാരക്ടറായി മാറുക. ആ ഒരു ക്ലാസ്സാണ് പിന്നീടുള്ള സിനിമകളിൽ എനിക്ക് എന്നെ കണ്ടെത്താനും ആ ക്യാരക്ടറിനെ കണ്ടെത്താനും സഹായിച്ചത്. ഇപ്പോൾ ദഫേദാർ അയ്യപ്പനിൽ എന്നെ സഹായിച്ചത് മിമിക്രിയുടെ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ശരീരമാണ് ഒരു ആക്ടറെ പൂർണ്ണമാക്കുന്നത്. ഇതിന് അത്യാവശ്യം ശബ്ദം, ഈ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചാൽ 65-കാരനാവില്ല. അപ്പോൾ അതിനെന്നെ സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോഡുലേഷൻ, എൻ്റെ തൊണ്ട കൊണ്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്, ഇപ്പോഴും ജീവിക്കുന്നു. അപ്പോൾ തൊണ്ട കൊണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്താമെന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഏജ്ഡ് ക്യാരക്ടർ, ഏതൊക്കെ ഏജ് എന്നുള്ളത്, അത് കറക്റ്റായിട്ട് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ആ സിനിമ കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ശബ്ദത്തിലാണ് ഏജ് ഫീൽ ചെയ്യുന്നത്. സിനിമയിൽ തിരക്ക് കൂടിയതിന് ശേഷവും മിമിക്രി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് വേദികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് ട്രെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് സ്റ്റേജും TV-യും സിനിമയും. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നാണ് ഏറ്റവും കൂടുതൽ കോമഡിക്ക് ക്ഷാമം നേരിടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ട്രോള്, ICU പോലുള്ള സംഭവങ്ങൾ നമ്മളെക്കാൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നമ്മൾ ചിരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പടി മുകളിൽ നമ്മൾ സ്റ്റേജിൽ ചിരിപ്പിച്ചാലേ ആൾക്കാരൊന്ന് അനങ്ങിയുള്ളൂ. അപ്പോൾ ഒന്ന് അനങ്ങി കിട്ടണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, അപ്ഡേറ്റ് ചെയ്യാതെ പറ്റില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ ടെലിവിഷൻ ചാനലുകളിലെ കോമഡികൾ അല്ലെങ്കിൽ മിമിക്രിയുമായി ബന്ധമുള്ള പരിപാടികളെ എങ്ങനെ താങ്കൾ കാണുന്നു? പ്രത്യേകിച്ചും മസാലദോശ ചുട്ടെടുക്കുന്നത് പോലെ കോമഡി ചുട്ടെടുക്കാൻ കഴിയില്ല എന്ന് താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പൊന്മുട്ടിയിടുന്ന താറാവിന് ചില ചാനലുകൾ ഞെക്കിക്കൊല്ലുകയാണ്. കോമഡി വരും എന്ന് പറഞ്ഞ് ഇന്ന് 4 എണ്ണം വേണം, 4 ഒരു 8 കോമഡി വേണം, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴാണ് കുറച്ച് മ്ലേച്ഛമായി പോവുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരികയും രക്ഷയില്ല. അപ്പോൾ പണ്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ഒരു കോമഡി എന്ന് പറയുമ്പോൾ അതിനുള്ള സബ്ജക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, ഡെയിലി പത്രം എടുത്ത് വായിച്ചാൽ മതി. അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കോമഡിയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇവർ ചെയ്യുന്നത്. അതെങ്ങനെ ഹ്യൂമറസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡി ഉണ്ടാവില്ല, ഞെക്കിപ്പിഴിഞ്ഞാൽ കോമഡി വരില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിൽ താങ്കൾക്ക് മിമിക്രി അവതരിപ്പിക്കേണ്ടി വരാറുണ്ട്. ചിരിക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ട്, ചിരിയുടെ ആസ്വാദനത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട്. അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു അവസരമാണ്. 1-2 സ്റ്റേജുകൾ ഏതാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും കഠിനമാണ് ഈ പുതിയ തലമുറയിൽ
പോലും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ചില രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അനുകരിക്കുമ്പോൾ വളരെ വളരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് അതിൽ താല്പര്യം മറ്റു നേതാക്കളെ കളിയാക്കിയോ ഞങ്ങളുടെ നേതാവിനെ പാടില്ല എന്നുള്ള പറഞ്ഞ രീതിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളം വളരെ സഹിഷ്ണുതയുള്ളൊരു നാടായതുകൊണ്ട്, തമിഴ്നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഒന്നും കഴുത്തുണ്ടാവില്ല. ഇത്രയും സഹിഷ്ണുതയുള്ള നാട്ടിലും ഇത്രയും അസഹിഷ്ണുത, അതാണ് അത് ഉണ്ടാകുന്നത് വളരെയധികം വിഷമം. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് പോകുമ്പോൾ ആ വേദിയിൽ ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരെ ആരെയും വിമർശിക്കാതെ മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു വിമർശന സമ്പ്രദായം മതി മിമിക്രിയിൽ എന്ന് ഒരു സൂചന അതിൻ്റെ അകത്ത് വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ആരും നമ്മളടുത്ത് ഭീഷണിയുടെ സ്വരമൊന്നും മുഴക്കില്ല. ഇപ്പോൾ VS ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആസ്വദിക്കുന്നത് അദ്ദേഹത്തിനെ അനുകരിക്കുന്നത് തന്നെയാണ്. പക്ഷേ പേഴ്സണൽ ഇൻസൾട്ടിങ് പാടില്ല. അദ്ദേഹത്തിൻ്റെ രൂപം കാർട്ടൂണായിട്ട് അത് കാണിക്കുക, അല്ലാതെ അത് പേഴ്സണൽ ഇൻസൾട്ട് ആണെങ്കിൽ അതൊരു ക്രൂരതയാണ്. ഇത്തരത്തിലുള്ള നേതാക്കൾ ഇത് താങ്കളുടെ അവതരണം കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഓർമ്മകളുണ്ടോ? നല്ല ഓർമ്മകളുണ്ടോ? ഉണ്ട്. നമ്മൾ ആലുവ പാലസിൽ VS വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി. ഞാനുണ്ടായിരുന്നു, പക്രുണ്ടായിരുന്നു, അരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞു, അത് VSൻ്റെ ഒരു ഡൂപ്പാണ്. പിന്നെ പിണറായി വിജയൻ്റെ ഡൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തി. ഞാൻ EK നായനാരെ അനുകരിച്ചാണ് വന്നത്. അതെ, ഇദ്ദേഹം. അപ്പോൾ ചോദിച്ചു, ഇദ്ദേഹമോ? ഇദ്ദേഹം പിണറായിയുടെ ഡൂപ്പാണ്. ഓ, ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു സാറിൻ്റെ ഡൂപ്പാണ്. അപ്പോൾ പക്രുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ആരുടെ ഡൂപ്പാ? ഞാൻ പറഞ്ഞു ഇതിന് ഡൂപ്പില്ല, ഈ ടൈപ്പ് ഒരെണ്ണേ ഉള്ളൂ ലോകത്ത്, അതുകൊണ്ട് അദ്ദേഹം ആകെ ഒരു ഒറിജിനൽ സാധനം ഉള്ളൂ എന്ന് പറഞ്ഞു. അത് അദ്ദേഹം ആസ്വദിച്ചു. പിന്നെ അദ്ദേഹത്തിന് CD റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം എപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കും, പുള്ളിക്ക് CD വേണം ആസ്വദിക്കാൻ. അതൊക്കെ പേഴ്സണലായിട്ടുള്ളൊരു, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ സാധിക്കുമായിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ഉള്ളതുകൊണ്ട്. മറ്റ് സിനിമാക്കാർക്കൊന്നും ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്ന ചില സവിശേഷതകൾ താങ്കൾക്കുള്ളതായിട്ട് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2012-ലോ 2011-ലോ ആണെന്ന് തോന്നുന്നു, DC ബുക്സിൻ്റെ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ താങ്കൾ വരുന്നു. അവിടെ നിന്ന് പുസ്തകങ്ങൾ നോക്കുന്നു. പൗലോ കൊയ്ലോയുടെ അലെഫ് എന്ന് പറയുന്ന നോവൽ, ഒപ്പം പ്രസംഗകല എങ്ങനെ പഠിക്കാം, ഈ 2 പുസ്തകങ്ങൾ താങ്കൾ വാങ്ങിപ്പോകുന്നത് എൻ്റെ മനസ്സിലുണ്ട്. അതെൻ്റെ രഹസ്യ സന്ദർശനങ്ങളാണ്. ഞാൻ വായിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ വായിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ജാടയുടെ ഞാൻ ആ പുസ്തകം വായിച്ചു, ഈ പുസ്തകം, അങ്ങനെ ഒരു ബുദ്ധിജീവി ഒന്നുമല്ല, ഹാർഡ് ആൻഡ് റീഡറൊന്നുമല്ല. പക്ഷേ കുറേ പുസ്തകങ്ങൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വായിക്കും. പൗലോ കൊയ്ലോയുടെ എല്ലാം ഏകദേശം ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ബെന്യാമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തതും പെട്ടെന്ന് വായിച്ചു തീർത്തതും മണിയമ്പിള്ള, ഒരു കള്ളൻ്റെ കഥയുണ്ട് മണിയമ്പിള്ള എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രാൻസിസ് സിറ്റിഗോറ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് എന്നെ ഏറ്റവും കൂടുതൽ, അതായത് അതിൻ്റെ അകത്ത് ഒരുപാട് ഉപകരണങ്ങൾ, അതായത് ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. എഴുത്തിന് ഉപയോഗിക്കേണ്ട ചില ടൂൾസ് ഉണ്ട്, എന്തൊക്കെ വേണമെന്നുള്ളത് അത് കൃത്യമായിട്ട് പ്രയോഗിച്ചിട്ടൊരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമതിറക്കിയ പുസ്തകം എനിക്ക് അത്ര അങ്ങോട്ട് വായിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴും നിർത്തി ഓരോന്നാണ് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുക. അത് ഞാൻ പേഴ്സണലായിട്ടുള്ള എൻ്റെ വായനയാണ്, അല്ലാണ്ട് ഞാൻ ഭയങ്കര റീഡറാണെന്ന് ഞാൻ അവകാശപ്പെടാറില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, എഴുത്ത് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു പുസ്തകം എൻ്റെ റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തമാശകൾ വെച്ച് മാത്രമുള്ള ഒരു പുസ്തകം. LLB പഠിച്ചുകൊണ്ടിരിക്കുക, അവസാനത്തെ പരീക്ഷ എഴുതാനുള്ള ഒരു തീയതിയിൽ താങ്കൾ മോഹൻലാലിൻ്റെ കൂടെ വിദേശത്തേക്ക് ടൂർ പോവുകയും LLB ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. ആ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ LLB എഴുതാതെ പോയത് നഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്? നഷ്ടമാണ്, അതെനിക്ക് എഴുതിയെടുക്കണം. കാരണം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കുണ്ട്. ഇപ്പോഴും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അതിലുണ്ട്. ഫൈനൽ ഇയർ ഒരു പേപ്പർ എഴുതിയെടുക്കുകയും ചെയ്തു. ഒരു 5 പേപ്പറും കൂടിയാണ് ബാക്കിയുള്ളത്. ഈ ആദ്യ കാലഘട്ടത്തിൽ ഇതിങ്ങനെ പരീക്ഷയുടെ സമയം വരുമ്പോഴേക്കും കലയിലൊരു ചാൻസ് വരും. അപ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം പോകാൻ ചാൻസ് വന്നപ്പോൾ പരീക്ഷ ഇനി എഴുതാം, ലാലേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയാണ് എനിക്കെപ്പോഴും മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ ലാലേട്ടനോടൊപ്പം പരിപാടിക്ക് പോയി. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഒരു 2-3 മാസം നമ്മൾ മാറിയിരിക്കണം. ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറൊക്കെ മാറിയിരുന്നു. ഞാൻ മാറിയിരുന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ സിനിമയിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല ഒരുപാട്. കാരണം ആഴ്ചയിൽ 5 നടന്മാരും 5 സിനിമകളും വെച്ച് ഇറങ്ങുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ നമ്മൾ എപ്പോഴാണ് ആവശ്യമില്ലാതായി തീരേണ്ടതെന്നും നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ എഴുതിയെടുക്കണമെന്നുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ വക്കീലായിട്ട് കാണണമെന്ന്. പക്ഷേ വക്കീലാവുന്നതിന് മുമ്പ് കോമഡി പ്രോഗ്രാമിൻ്റെ ജഡ്ജായി മാറി. അവിടെ വക്കീലാണ്. അങ്ങനെ ഒരു മാറ്റമാണ്. അപ്പോൾ ഒരു പടി മുകളിൽ കയറി എന്ന് പറഞ്ഞ് ഞാൻ ഫാദറിനെ സമാധാനിപ്പിക്കാറുണ്ട്. വക്കീലാവാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ജഡ്ജായല്ലോ എന്ന് ചോദിച്ചു. ടിനി ടോമിന് വേണ്ടി മാത്രം എഴുതപ്പെടേണ്ട ചില സന്ദർഭങ്ങളുണ്ട് എന്നൊരു തിരക്കഥാകൃത്തിന് സംവിധായകന് തോന്നുന്നുവെങ്കിൽ അത് താങ്കൾ സവിശേഷമായി അടയാളപ്പെട്ടതുകൊണ്ട് ആണ് അല്ലേ? പക്ഷേ ഞാൻ അത്ര വാണ്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റൊന്നുമല്ല. ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റല്ല. ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഇല്ല. ഞാനൊരു കൊടുങ്കാറ്റല്ല, ഒരു മന്ദമാരുതനാണ്. ആർക്കും ശല്യമൊന്നും ഇല്ലാണ്ട് ഇതുവരെയായിട്ടും ചീത്തപ്പേര് കേൾപ്പിക്കാതെ പോകുന്നുണ്ട്. അത് തന്നെ വലിയ നടനാകും ടിനി ടോം. പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യൻ റുപ്പിയിൽ
പൂർണ്ണാർത്ഥത്തിലൊരു നടനായി താങ്കൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അത് ഒരുപക്ഷെ അതുവരെ കണ്ടിരുന്ന ടിനി ടോം കണ്ടു ശീലിച്ച പ്രേക്ഷകന് ഒരു ചെറിയൊരു ആഘാതമായിരുന്നു, ഇങ്ങനെ ഒരു ടിനി ടോം ഉണ്ടോ എന്ന്. താങ്കളുടെ പ്രധാന കഥാപാത്രങ്ങളെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. പിന്നെ ചിലത് അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ചിലർക്ക് വേണ്ടി, ചിലർ സ്നേഹം കൊണ്ട് ഞാൻ ചാടുന്നതാണ്. പക്ഷെ ഞാൻ ആദ്യം എന്നെ സ്നേഹിക്കാൻ പഠിക്കുകയാണ് ഇപ്പോൾ. കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു പടം ചെയ്തപ്പോൾ സുരാജിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനിങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, നിനക്ക് അബദ്ധങ്ങൾ പറ്റരുത്. ഞാൻ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്തതാണ്. 10 പൈസ ലാഭമില്ലാതെ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ തലവെച്ച് പോയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് ചീത്തപ്പേരും കിട്ടിയിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ ഞാനും സുരാജൊക്കെ ചെയ്തൊരു സിനിമയുണ്ട്, അത് ഞാനെക്കുറിച്ച് പറയുന്നില്ല, അതിൻ്റെ സംഘാടകർക്ക് അതിനൊരു വേദനയുണ്ടാവും. പക്ഷേ അത് സത്യമാണ്. കാരണം ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. പലരും പല സൂപ്പർ സ്റ്റാർസും പലർക്കും ഡേറ്റ് കൊടുക്കാത്തത് അവരെ തന്നെ ആദ്യം സ്നേഹിക്കുന്നത്, ജനങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ അവരുടെ അഹങ്കാരമല്ല, അവരുടെ ബുദ്ധിയാണ്, അവരുടെ അനുഭവങ്ങളാണ് അവരെ ആ ഒരു തീരുമാനത്തിലെത്തിച്ചത്. എനിക്കെല്ലാം ഞാനിപ്പോൾ ഇന്ത്യൻ റുപ്പിയും അതുപോലെ തന്നെ പ്രാഞ്ചിയേട്ടനും കടൽ കടന്ന് മാത്തുക്കുട്ടി, അതിൽ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ഒരു റിപ്പോർട്ടർ എന്ന് പറയുന്നില്ല, ചാനലിലിരുന്ന റിപ്പോർട്ടറാണെന്ന് പറയുന്നത് ശരിയാണ്. എന്തായാലും മാനിപ്പുലേഷനൊക്കെ ചെയ്യുന്ന ഒരാൾ, ആ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിലെടുത്ത് വെക്കാവുന്ന സാധനം. ബ്യൂട്ടിഫുൾ ഒരു വില്ലനായിട്ട് എന്നെ പരീക്ഷിച്ചു. എൻ്റെ കണ്ണിൽ ഒരു വില്ലനിസം ഉണ്ടെന്ന് കണ്ടെടുത്തത് അനൂപ് മേനോനാണ്. അദ്ദേഹവും BKPയും ജയസൂര്യയും കൂടി അതിൽ കാസ്റ്റ് ചെയ്തു. അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അത്രയും നാൾ മമ്മൂക്ക പോലും പറയുമായിരുന്നു, നിങ്ങൾക്കൊക്കെ ഒരു മുൻവിധിയുണ്ട്, ഒരു ആൾക്കാർക്ക് നിങ്ങളൊന്നും വില്ലനാവാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് കുറച്ച് സീനുകളിലൂടെ എനിക്ക് വില്ലനാവാൻ സാധിച്ചു. പിന്നെ സ്പിരിറ്റ് എന്ന് പറയുന്ന പടത്തിൽ ബാർ സപ്ലയർ ആയിരുന്നു. അത് വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം രേഖപ്പെടുത്തുന്ന റോളുകൾ തന്നെയാണ്. ഇപ്പോൾ ഡഫേദാറിൽ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ട്, ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു. ഇനി ഈ ഡഫേദാർ കാണുന്നത് ആരാന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ജോൺസൺ എസ്തപ്പാൻ ഇതെല്ലാം കണ്ടിട്ടാണ് ഇയാൾക്ക് ഡഫേദാറായ അയ്യപ്പനായി മാറാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയത്. ഇനി ഡഫേദാർ അയ്യപ്പനെ കാണുമ്പോഴായിരിക്കും അപ്പോൾ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് പോലെ, ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വെടിക്കെട്ടുകാരൻ്റെ പോലെ തന്നെ ആയിരിക്കണം കലാകാരൻ, ഞെട്ടിക്കാൻ സാധിക്കണം. നമുക്ക് അവസാനമായി ഒരാഗ്രഹമാണ്, താങ്കളിൽ നിന്ന് VS-നെ അനുകരിക്കുന്ന ഒരു പ്രകടനത്തോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുക. VS-നെ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് അനുകരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കിയൊരു കോമഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ സുഹൃത്ത് ഹരിശ്രീ യൂസഫ് ആണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് അത് അവതരിപ്പിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു തന്നാണ്. ഞാൻ ഒരാളുടെ നിന്ന് കോപ്പി അടിച്ചാൽ പറയും ഞാൻ അതിൻ്റെ ആളാരാണെന്ന്. കാരണം എൻ്റെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള വിഷമം എനിക്കറിയാം, അനുഭവങ്ങളറിയാം. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തന്നെ, അത് സിനിമയും രാഷ്ട്രീയം ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. നമ്മുടെ സിനിമയിൽ നിന്ന് 2 MP-മാരുണ്ട്, സുരേഷ് ഗോപി, അതുപോലെ തന്നെ ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, അതുപോലെ തന്നെ 2 MLA-മാർ, ഗണേഷ് ചേട്ടനും മുകേഷ് ചേട്ടൻ. അപ്പോൾ സിനിമയും രാഷ്ട്രീയം ഒന്നായതുകൊണ്ട് VS, അതായത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞാലും അവർക്ക് ചേരുന്ന സിനിമാ പേര് കണക്ട് ചെയ്ത് പറയും എന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയൊരു ഐറ്റം. ആരും ഇത് കാണുക കേൾക്കുക മറന്നു കളഞ്ഞേക്കുക. കാരണം തമാശയുടെ ഭാഷയിൽ മാത്രം കാണുക, മനസ്സിൽ രാഷ്ട്രീയം വെച്ച് കാണരുത്. അപ്പോൾ VS-നോട് ചോദിക്കുകയാണ്, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ പേരാണ്. അദ്ദേഹത്തിന് ചേരുന്ന സിനിമയുടെ പേര് എന്താണെന്ന് പറയും. ഉമ്മൻചാണ്ടി, സപ്തമശ്രീ തസ്കര, കെ ബാബു, കെ എം മാണി, അരക്കള്ളൻ, മുക്കാക്കള്ളൻ, PJ ജോസഫ്, കൈയും തലയും പുറത്തിടരുത്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ, PC ജോർജ്, സംസാരം ആരോഗ്യത്തിന് ഹാനികരം, നരേന്ദ്രമോദി, ഉലകം ചുറ്റും വാലിബൻ. ഇനി സാറിൻ്റെ പേര് തന്നെ പറയുകയാണെങ്കിൽ ഏത് സിനിമാ പേര് ചേരും? ജെയിംസ് ബോണ്ട് 007, എല്ലാ കേസിലും ഇടപെടും. EP ജയരാജൻ ഈ അടുത്താണ് മന്ത്രിസഭയിൽ നിന്ന് പോയത്. കിളി പോയി, അതും ചേരും. ബന്ധുക്കൾ, ശത്രുക്കൾ രണ്ടും ചേരും. അപ്പോൾ താങ്കളുടെ സിനിമാ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെയധികം നന്ദി ഇത്രയും നേരം ചെലവഴിച്ചതിന്. ഇത്രയും നേരം എനിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചതിന്, ഇത്രയും ലെജൻസ് ഇരുന്നിട്ടുള്ളൊരു കസേരയിൽ എന്നെ ഇരുത്തിയതിനും നന്ദി. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.